മീശമാധവൻ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഭയന്നിരുന്നത് ഈ കള്ളൻ എന്ന് പറയുന്നത് റിപ്പൾസീവാണ്. ആളുകൾക്ക് പേടിയുള്ള ആളാണ്. 2000-ന്റെയൊക്കെ ശേഷമുള്ള മനുഷ്യർക്ക് ഒരൊറ്റ കള്ളനേ ഉള്ളൂ അല്ലേ? മാധവൻ കഴിഞ്ഞിട്ടൊരു കള്ളനെ നമുക്കുള്ളൂ. ഒരു കള്ളനെ ആരും സ്നേഹിക്കില്ല, ഒരു കള്ളനാരും പ്രേമിക്കില്ല. കാമുകന്മാരൊക്കെ കള്ളന്മാർ തന്നെയാണ്. പക്ഷെ ഒരു കള്ളൻ കാമുകനാകുമ്പോ എങ്ങനെയുണ്ടാവും? മറ്റൊരു പേര് പൃഥ്വിരാജിനെ വിളിച്ചതിൽ നിന്ന് രാജുവേട്ടൻ എന്ന് വിളിപ്പിച്ചത് ആ സീനാണ്. തിയേറ്ററിൽ തുടക്കത്തിൽ പോവാനിരുന്നവർ ഈ സീന് കണ്ടപ്പോൾ മാറി. ആ സിനിമ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് രാജു ഏതോ ഇന്റർവ്യൂവിൽ എന്തോ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സൈബർ ബുള്ളിങ് ഭയങ്കരമായിട്ടുള്ള സമയത്ത് രായപ്പൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ ഇൻസൾട്ട് ചെയ്യുന്ന തിയേറ്ററിലുള്ള നിശബ്ദതയിലൊക്കെ ഏതെങ്കിലും ഒരുത്തൻ എന്തെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ ടോട്ടൽ ആളുകളുടെ അറ്റൻഷൻ മാറിപ്പോകും. അപ്പൊ അങ്ങനെ ഒരു സാധനം എല്ലാവർക്കും ഒരു പേടിയുണ്ടായിരുന്നു. മുമ്പ് മണിച്ചേട്ടൻ കാല് പിടിക്കാൻ പഠിച്ച കഥയൊക്കെ സാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ കുട്ടിയുടെ കാല് തൊടുന്നതും പിന്നീടുള്ള ഒരു ഇതാണല്ലോ. അത് കഴിഞ്ഞ് ആ പാട്ട് വരുന്നു, മ്യൂസിക്. ആ സിനിമ ഞാൻ ചെയ്യാമെന്ന് തീരുമാനിക്കുന്നത് തന്നെ കഥയിലെ ആ മൊമെന്റ് എനിക്ക് ഇഷ്ടമായതുകൊണ്ടാണ്. ഒരു ഡോക്ടർ ഒരു കുഞ്ഞിനെ ചികിത്സിക്കില്ല എന്ന് പറയുന്ന അത്രയും ക്രൂരനാവുന്ന ഒരു സിറ്റുവേഷൻ, അത് എന്തുകൊണ്ട് അയാള് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തി എന്നുള്ളത് ഒരു കൗതുകമുള്ള കാര്യമാണ്. കരിമഴിക്കുരുവിയെ കണ്ടില്ല എന്ന് പറയുന്ന പാട്ട് അവസാനം യൂണിറ്റുകാരൊക്കെ നമ്മളെ തല്ലിക്കൊല്ലും ആ പാട്ട് വെച്ചാൽ എന്ന് പറയുന്ന അവസ്ഥ. ഷൂട്ട് ചെയ്ത് അത്രയും 62 ദിവസമാണ് വിശ്വനാഥൻ ടോട്ടൽ ഷൂട്ട് ചെയ്തത്. ഈ 62-ാം ദിവസം കരിമഴിക്കുരുവിയുടെ ഫുട്ടേജ് എല്ലാം മാറ്റി വയ്ക്കുമ്പോ ഈ സിനിമയുടെ അത്രയും തന്നെ. ഹായ്, കോലാഹലം എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി എൻ്റെ കൂടെ ഉള്ളത് ലാൽ ജോസ്, റഷീദ് പറമ്പിൽ ആൻഡ് സന്തോഷ് പുത്തൻ. വെൽക്കം. റഷീദ് ഭഗവാൻ ദാസന്റെ രാമരാജ്യത്തിന് ശേഷം സംവിധാനം ചെയ്യുന്നതാണ്. അത് പ്രസന്റ് ചെയ്യുന്നത് ലാൽ സാറാണ്. സാറിൻ്റെ അടുത്ത് തന്നെ ചോദിക്കാം, എന്താണ് കോലാഹലം പ്രസന്റ് ചെയ്യാൻ തീരുമാനിച്ചത്? ആ സിനിമ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടമായി. സന്തോഷിനെ എനിക്ക് പരിചയം ഉണ്ടായിരുന്നു. അപ്പോൾ സന്തോഷ് ഇത് എന്നോട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ സമയമായപ്പോഴേക്കും ഞാൻ എൽജെ തൽക്കാലം ഒന്ന് ഫ്രീസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് അതുകൊണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ കഴിയുന്ന മറ്റെന്ത് സഹായം വേണമെങ്കിലും ചെയ്യാം, എനിക്ക് സിനിമ ഇഷ്ടമായിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് എന്നെ വേണമെങ്കിൽ യൂസ് ചെയ്തോളൂ, ഞാൻ വന്ന് സിനിമയെക്കുറിച്ച് സംസാരിക്കണമെങ്കിലൊക്കെ സംസാരിക്കാം. കാരണം സിനിമ ഇഷ്ടമായി. ബേസിക്കലി രണ്ടാമത്തെ കാര്യം, ഇത് ഒരു വലിയ താരാനിരയും പരിചിത മുഖങ്ങളും ഒന്നും ഇല്ലാത്തൊരു സിനിമയാണ്. അപ്പോൾ അങ്ങനെ വരുന്ന ഒരുപാട് സിനിമകളുടെ കൂട്ടത്തിൽ ഇതും ഒഴുകിപ്പോകാൻ സാധ്യതയുണ്ടെന്ന് തോന്നി. പക്ഷെ ഇത് ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു സിനിമയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ എത്ര പേര് അത് വിശ്വസിക്കും കേൾക്കും എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഒരു പരിചയമുള്ള ഒരാൾ വന്നിരുന്ന് പറയുമ്പോൾ അയാൾ പറ്റിക്കില്ല എന്നൊരു തോന്നലുണ്ടാവും. അപ്പം അതുകൊണ്ട് ഞാൻ പറയാമെന്ന് പറഞ്ഞു. എങ്ങനെയാ കോലാഹലത്തിലേക്ക് എത്തണേ ഭഗവാൻ കഴിഞ്ഞ് ഇത് തീരുമാനിക്കുന്നത്? കോലാഹലം ഞങ്ങളൊരു വിശാൽ വിശ്വനാഥനാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ. വിശാൽ ഇങ്ങനെ ഒരു ഐഡിയ കൊണ്ട് വന്നു. ഞാൻ സന്തോഷേട്ടനാണ് നമുക്ക് പരിചയമുള്ള ഒരു പ്രൊഡ്യൂസർമാരിൽ ഒരാൾ. അപ്പോൾ സന്തോഷേട്ടനോട് ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞു. അപ്പോൾ പുള്ളിക്ക് അത് കേട്ടപ്പോഴേ ഇഷ്ടപ്പെട്ടു. പിന്നീട് നമ്മളിതൊരു കുറച്ചുകൂടെ വലിയ ആർട്ടിസ്റ്റുകളെയൊക്കെ വെച്ച് ചെയ്താൽ കൊള്ളാം എന്നുള്ള രീതിയിലാണ് ആദ്യത്തെ ചർച്ചകളൊക്കെ പോയത്. പക്ഷെ നമുക്ക് തന്നെ ഒരുറപ്പില്ല, അങ്ങനെയാണെങ്കിൽ ഇത് എന്ന് നടക്കും, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നീട് സന്തോഷേട്ടൻ പറയായിരുന്നു നമുക്ക് തന്നെ ചെയ്യാം, അങ്ങനെ പറയുന്നു. നമ്മൾ ആ ഒരു പരിമിതമായ സൗകര്യങ്ങളൊക്കെയാണ് ഒറ്റപ്പാലം പരിസരത്തൊക്കെ. പക്ഷെ ആ കഥ അതിന് നല്ല മാച്ചായിരുന്നു. നമുക്കത് ആ സ്ഥലം അതിന് കറക്റ്റ് ആപ്റ്റുമായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഒറ്റപ്പാലം പ്രസന്റും ചെയ്തു. മൊത്തത്തിലൊരു ഒറ്റപ്പാലം ബെൽറ്റാണ്. സാറിന്റെ അഭിനയമോഹം ഉണ്ട് എന്നുള്ളത് നമ്മൾ ഇൻസ്റ്റാഗ്രാം ഒക്കെ തുറന്നു നോക്കിയാൽ കാണാൻ പറ്റും. പഴയ ഫോട്ടോസിലേക്ക്, പഴയ വീഡിയോസിലേക്കൊക്കെ പോയി. അപ്പൊ ഇതില് പ്രൊഡക്ഷനും അതുപോലെ തന്നെ അഭിനയവും എങ്ങനെ തീരുമാനിച്ചേ ഹീറോ ആവാം? ഞാൻ ഹീറോ ആവണമെന്ന് ആദ്യം തീരുമാനിച്ചത്. അപ്പോൾ അങ്ങനെ അപ്പോൾ ഹീറോ ആവാനൊക്കെ ഒരു മാർഗ്ഗമുള്ള പ്രൊഡ്യൂസർ ആവാന്നുള്ളത്. അങ്ങനെ ഒരു ഫസ്റ്റ് പ്രൊഡ്യൂസറാണ് ഞാൻ. പക്ഷേ എന്നാലും എനിക്ക് റഷീദിൻ്റെ ആ ഒരു ടീം എനിക്ക് മുന്നേ അറിയാം. ഞാൻ 5-6 ഷോർട്ട് ഫിലിമൊക്കെ ഞാൻ റഷീദിൻ്റെ ടീം വെച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരായിട്ടുള്ള കെമിസ്ട്രി എനിക്ക് എപ്പോഴും വർക്കൗട്ട് ചെയ്യാറുണ്ട്. വിശാലിൻ്റെ വളരെ രസകരമായ ഒരു സ്ക്രിപ്റ്റും അതിന് മുകളിൽ വന്നു. അപ്പോൾ വളരെ നല്ലൊരു പ്രൊഡക്റ്റ് വന്നു എന്ന് നമുക്ക് മനസ്സിലായത് ഇതെടുത്തു കഴിഞ്ഞ ഉടനെ ഞാൻ കുറേ ഫിലിം ഫെസ്റ്റിവൽസിലൊക്കെ കൊടുത്തു. ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽസ് 26 അവാർഡ്, 31 എൻട്രി ഞാൻ ചെയ്തു.
അപ്പോഴത്തേക്ക് ഏകദേശം പൈസ തീർന്നത് അതുകൊണ്ടാണ് നിർത്തി വെച്ചത്. അതെ. അപ്പോൾ പക്ഷേ 36 സ്ഥലത്ത് കൊടുത്താലും 26 നമുക്ക് അവാർഡ് കിട്ടി. ജൂലൈ 11 റിലീസ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് നമുക്കുണ്ടാവും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു, അഭ്യർത്ഥിക്കുന്നു. ഇതിൽ ട്രെയിലർ നമ്മൾ കാണുമ്പോഴേ ഒരു കള്ളൻ ഓടുപൊളിച്ച് വരുന്നതാണ് കാണാൻ പറ്റുന്നത്. 2000-ന്റെ ശേഷമുള്ള മനുഷ്യർക്ക് ഒരൊറ്റ കള്ളനേ ഉള്ളൂ അല്ലേ? മാധവൻ കഴിഞ്ഞിട്ടൊരു കള്ളനെ നമുക്കുള്ളൂ. സാറിന് ശരിക്കും ആ ഒരു എങ്ങനെയായിരുന്നു ഈ പടം കണ്ട സമയത്ത്, ഈ കഥ കേട്ട സമയത്തൊക്കെ? ഞാൻ കഥ കേട്ടിട്ടൊന്നുമില്ല, ഞാൻ നേരെ സിനിമ കാണായിരുന്നു. അതും ഒരു ഫൈനൽ പ്രിന്റ് ഒന്നല്ല കണ്ടത്, അത് സൗണ്ട് മിക്സിങ് ചെയ്തിട്ടുള്ള അവരുടെ ഒരു റഫ് കോപ്പിയാണ് കണ്ടത്. പക്ഷെ ആ റഫ് കോപ്പിയിൽ തന്നെ നമ്മളെ പിടിച്ചിരുത്തുന്ന ഒരു മാജിക് ആ സിനിമയ്ക്കുണ്ട്. ഒന്നും പരിചയമില്ലാത്ത മുഖങ്ങൾ ആവുമ്പോൾ നമ്മൾ ആ സിനിമയിലേക്ക് കയറാൻ കുറച്ച് ടൈം എടുക്കും. കാരണം ഈ ആൾക്കാരെയൊക്കെ ഒന്ന് രജിസ്റ്റർ ചെയ്ത് വരണം, അവരെ ഒന്ന് ഇഷ്ടപ്പെട്ട് വരണമല്ലോ. പക്ഷെ അത് വളരെ വേഗം സംഭവിക്കുന്നുണ്ട്. പിന്നെ ഒരു ഭയങ്കര ലെങ്തി ആയിട്ടുള്ളൊരു സിനിമയല്ല, 1 മണിക്കൂറും 40 മിനിറ്റ് ഒക്കെ ഉള്ളൂ. ആ സമയം നമ്മളെ എൻഗേജ് ചെയ്ത് ഇരുത്തുന്നുണ്ട്. സാധാരണഗതിയിൽ ഈ അധികം സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷോർട്ട് ഫിലിം സബ്ജക്ട്സ് ഒരു ഷോർട്ട് ഫിലിം ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ അതിനൊരു പ്രൊഡ്യൂസറെയൊക്കെ കിട്ടിക്കഴിയുമ്പോൾ അതിങ്ങനെ വലിച്ചു നീട്ടിയിട്ട് ഫുൾ ഫീച്ചർ ഫിലിമാക്കും. അങ്ങനെ ആകുമ്പോൾ വെച്ചാൽ അതിൻ്റെ ഒരു വലിച്ചിലുണ്ടാവും ആ സിനിമയ്ക്കൊക്കെ. കാരണം ഷോർട്ട് ഫിലിംസ് എന്ന് പറയുന്നത് വേറൊരു ഏരിയയാണ്. അത് വളരെ ചുരുങ്ങിയ സമയത്തിലൊരു കഥ പറഞ്ഞു തീർക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ സിനിമ ഞാൻ കാണാൻ വരുമ്പോൾ അങ്ങനെ വിചാരിച്ചത്, ഈ ഷോർട്ട് ഫിലിം ചെയ്യുന്ന പിള്ളേരൊക്കെ കൂടിയിട്ട് ഒരു പ്രൊഡ്യൂസറെ കിട്ടുമ്പോൾ അതിനെ വലിച്ചു നീട്ടിയിട്ട് ഒരു സിനിമയൊക്കെ ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇത് ഒരു പെർഫെക്റ്റ് ഒരു സിനിമ വിഷയം തന്നെയാണ്. പിന്നെ കള്ളന്മാർ നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ്. കള്ളന്മാരോട് പേടിയുണ്ട്, പക്ഷെ എന്നാൽ കള്ളന്മാരുടെ കഥകൾ കേൾക്കാൻ നമുക്ക് ഇഷ്ടമാണ്. ഇപ്പോൾ റോബിൻ ഹുഡ് ആയാലും കായംകുളം കൊച്ചുണ്ണി ആയാലും വെള്ളയാണി പരമു ആണെങ്കിലും അവരുടെയൊക്കെ വീരകഥകൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. പിന്നെ അതൊക്കെ സിനിമയായിട്ടുണ്ട്, അവരുടെ കഥകളൊക്കെ സിനിമയായിട്ടുണ്ട്. മീശമാധവൻ ആ കാറ്റഗറിയിലെ അവസാനത്തെ ഒരു സിനിമയാണ്. അപ്പം മീശമാധവൻ ഒരു വളരെ ഫ്ലവറി ആയിട്ടുള്ള ഒരു വെസ്റ്റേൺ സിനിമകളുടെയൊക്കെ ഒരു പാറ്റേണിലുള്ളൊരു സിനിമയായിരുന്നു. കൗബോയ് ഫിലിംസിൻ്റെ ഒക്കെ ഒരു പാറ്റേണിലാണ് മീശമാധവൻ ചെയ്തത്. അപ്പം ഇത് വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള വളരെ ജെനുവിൻ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്നൊരു ക്യാരക്ടേഴ്സൊക്കെ ജെനുവിനാണ്, ഭയങ്കര റിയലാണ്. അപ്പം എനിക്കത് ഭയങ്കര ഇഷ്ടമായി. ഇങ്ങനെയും ഒരു കള്ളൻ്റെ കഥ പറയും. ഞാൻ മീശമാധവൻ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഭയന്നിരുന്നത് ഈ കള്ളൻ എന്ന് പറയുന്നത് റിപ്പൾസീവാണ്, ആളുകൾക്ക് പേടിയുള്ള ആളാണ്. ഒരു കള്ളനെ ആരും സ്നേഹിക്കില്ല, ഒരു കള്ളനാരും പ്രേമിക്കില്ല. അപ്പോൾ അങ്ങനെ ലൈക്കബിൾ ആയിട്ടുള്ളൊരു കള്ളനെ എങ്ങനെ ഉണ്ടാക്കാം? ഒരു കാമുകന്മാരൊക്കെ കള്ളന്മാർ തന്നെയാണ്, പക്ഷെ ഒരു കള്ളൻ കാമുകനാകുമ്പോൾ എങ്ങനെയുണ്ടാവും എന്നൊക്കെയുള്ള കുസൃതി ചിന്തകളിൽ നിന്നാണ് മീശമാധവൻ ഉണ്ടാവുന്നത്. അയാൾ എങ്ങനെയാണ് സ്വന്തം വീട്ടിൽ നിന്ന് മോഷ്ടിക്കുന്ന ഒരുത്തനോട് ആളുകൾക്ക് എങ്ങനെ സ്നേഹം ഉണ്ടാവും, അതിനെന്തൊക്കെ ന്യായീകരണങ്ങൾ വേണം എന്നൊക്കെയാണ് നമ്മൾ അതിലാലോചിച്ചത്. പക്ഷെ ഈ സിനിമ എന്ന് പറയുന്നത് കള്ളനെ ഗ്ലോറിഫൈ ചെയ്യുകയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നല്ല. ഒരു ഗതികേടിൻ്റെ പുറത്ത് മോഷ്ടാവുന്ന ഒരാൾ, അയാളുടെ ഉള്ളിലൊരു നന്മയൊക്കെ ഉണ്ട്. ഒരു പ്രതികൂല സാഹചര്യങ്ങളിൽ അയാളുടെ നന്മ പുറത്തു വരുന്നുണ്ട്, അയാളുടെ പ്രതിഷേധം പുറത്തു വരുന്നുണ്ട്. ഒരു സൊല്യൂഷൻ ഉണ്ടാക്കേണ്ട സമയത്ത് അയാളിലെ കള്ളൻ വർക്ക് ചെയ്യുന്നുണ്ട്. അയാളുടെ കള്ളത്തരം ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യത്തിന് അയാൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഒരു കള്ളന്റെ മനുഷ്യ ആംഗിൾ ഈ സിനിമയിൽ കാണാൻ പറ്റും. ഇല്ലിത്തള്ളയിലും നായകനായിരുന്നു. അവാർഡ് കിട്ടിയ റഷീദ് ഖാന്റെ ഷോർട്ട് ഫിലിമാണ് ഇല്ലിത്തള, ആദ്യത്തെ ഷോർട്ട് ഫിലിം അല്ലേ? ഇല്ലിത്തള്ളയും ചില സാങ്കേതിക അത് പിന്നെ നിങ്ങള് ഭഗവാൻ ദാസന്റെ ഒരു രൂപം അതിലുള്ളത് കൊണ്ട് മാറ്റി വെച്ചിരുന്നല്ലോ. അതൊക്കെ നമ്മൾ ഒരു സമയത്ത് ഈ ഷോർട്ട് ഫിലിംസ് എടുക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് ചെറിയ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഷോർട്ട് ഫിലിമിന് പ്രൊഡ്യൂസർ കിട്ടാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു സത്യത്തിൽ. കാരണം ഇതിനകത്തൊരു തിരിച്ചുവരവൊന്നും പ്രതീക്ഷിക്കാൻ പറ്റാത്തൊരു മേഖലയും കൂടിയാണല്ലോ. ഞങ്ങളുടെ കയ്യിലിരുന്നിരുന്നൊരു 2 നല്ല സ്ക്രിപ്റ്റുകൾ, അത്യാവശ്യം ഒരു മിനിമം ലൈറ്റ് യൂണിറ്റും സെറ്റപ്പൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന 2 സബ്ജക്റ്റുകളായിട്ടാണ് നമ്മൾ ഇരിക്കുന്ന സമയത്താണ് സന്തോഷ് ചേട്ടനെ ഇങ്ങനെ പരിചയപ്പെടുന്നതൊക്കെ. അപ്പോൾ സന്തോഷ് ചേട്ടന് സബ്ജക്റ്റുകൾ ഇഷ്ടപ്പെട്ടു. ഒപ്പം തന്നെ
പുള്ളി അതിന് വേണ്ട ഫണ്ട് അത്യാവശ്യം ആ കാലത്ത് എനിക്ക് തോന്നുന്നില്ല യൂണിറ്റ് എന്ന് വെച്ചാൽ ആരും ഷോർട്ട് ഫിലിമിലേക്കൊന്നും തിരിയില്ല, ചെറിയ യൂണിറ്റ് ആയിരുന്നു. അപ്പോൾ അതിനൊരു സൗകര്യം വന്നപ്പോൾ ഞങ്ങൾ സന്തോഷമായിട്ട് 5 ദിവസം സമയമുള്ളൂ, ഞങ്ങളുടെ കയ്യിൽ 2 ഷോർട്ട് ഫിലിം സ്ക്രിപ്റ്റ് ഉണ്ട്, ഇത് തീർത്താൽ തീർക്കാം, ഒന്നേ തീർക്കാൻ പറ്റില്ല ഒന്ന് തീർക്കാം, അത് കഴിഞ്ഞ് പുള്ളി പോകും. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ രാത്രി ഒരു ഷോർട്ട് ഷോർട്ട് ഫിലിമിന്റെ രാത്രി സീനുകൾ എടുക്കുന്നു, പിറ്റേ ദിവസം മറ്റേ ഷോർട്ട് ഫിലിമിന്റെ പകൽ സീൻ എടുക്കുന്നു. ഇങ്ങനെ രാത്രിയും പകലും വേറെ വേറെ ഷോർട്ട് ഫിലിംസ് ഷൂട്ട് ചെയ്ത് ഉറക്കമില്ലാതെ ഒരു 3-4 ദിവസം കൊണ്ട് 2 ഷോർട്ട് ഫിലിം ഒരുമിച്ച് ഷൂട്ടിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് അങ്ങോട്ട് അടിച്ച് തീർത്തു. അപ്പോൾ എനിക്ക് തോന്നുന്നു ക്യാമറമാൻ ഞാനൊന്നും ഇറങ്ങിയിട്ടില്ല, ബാക്കി എല്ലാവരും ഇറങ്ങും. എപ്പോഴും ഇതിൽ അവസാനം ജീവനോടെ ഇരിക്കുന്ന 2 പേര് ക്യാമറമാനും ഡയറക്ടറാണ്. അവർക്ക് ഇത് ഇട്ട് പോകാൻ പറ്റാത്തത് കൊണ്ട് ബാക്കിയുള്ളവരൊക്കെ അവിടെ റോട്ടിലൊക്കെ കിടന്നുറങ്ങുന്നുണ്ടാവും, കാരണം ഒരു സമയം കഴിയുമ്പോൾ. ഞങ്ങളൊരു പാമ്പൊക്കെ ഉള്ള ഇടവഴിയിലൊക്കെയാണ് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. എല്ലാം കഴിഞ്ഞതിന് ശേഷം ഷിയാബ് എൻ്റെ വൈഫ് പറഞ്ഞിട്ടുണ്ട്, ഇവൻ രാത്രി പാമ്പ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് നേരിട്ട് കട്ടിൽ വന്നൊക്കെ ചാടി വെച്ചാൽ എപ്പോഴും അവിടെ പാമ്പിനെ കാണുന്നൊരു സ്ഥലത്ത് ഷൂട്ട് ചെയ്തത്. അപ്പോൾ അതിൻ്റെ പേടിയൊക്കെ നമ്മുടെ തലയിലേ കിടക്കാണ്. പിന്നെ ഈ ബോധം കെട്ടിട്ട് ഒരു 4 ദിവസത്തിന് ശേഷം പോയി ഉറങ്ങിയപ്പോൾ കിളി പോയി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ സന്തോഷേട്ടനെ പരിചയപ്പെടുന്നത് സത്യത്തിൽ ഇങ്ങനെയാണ്, ആ ഷോർട്ട് ഫിലിമിന് ഉള്ളൊരു. പക്ഷെ ഞങ്ങൾക്ക് അത് അറിയായിരുന്നു, ഈ ഒരു ഷോർട്ട് ഫിലിം ഈ വൃത്തിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്ഥലത്തെങ്കിലും ശ്രദ്ധിക്കപ്പെടുന്നുള്ളൂ. അത് വിചാരിച്ച പോലെയൊക്കെ തന്നെ ശ്രദ്ധിക്കപ്പെട്ടു. അതിന്റെ പേരിലാണ് എനിക്ക് ആദ്യമായിട്ട് പ്രൊജക്ടുകളൊക്കെ വരുന്നത്. പിന്നെ സിനിമയാണ്, അതിൻ്റെതായ ചില കാരണങ്ങൾ കോവിഡ് സമയമൊക്കെ ആയിരുന്നതുകൊണ്ട് നീണ്ട് പോയതാണ്. കഴിഞ്ഞ ദിവസം ദിലീഷ് പോത്തൻ സാറിൻ്റെ അടുത്തും അതുപോലെ തന്നെ ഷായ് സാറിൻ്റെ അടുത്തും സംസാരിക്കുന്ന റോന്തു ഒക്കെ ആയി ബന്ധപ്പെട്ടൊരു ഇന്റർവ്യൂവിൽ തമാശയായിട്ട് സാറ് പറയുന്നുണ്ട്, ഞാൻ ചാൻസ് ചോദിച്ചിരിക്കുന്നു ഇപ്പോഴേ അടുത്ത ദിലീഷേട്ടൻ്റെ പടത്തിൽ എന്നുള്ള. ഒരു ആക്ടർ എന്നുള്ള രീതി വളരെ നേരത്തെ ഒരു ടെക്നീഷ്യൻ ആക്ടിങ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് സാറാണ്. ഇപ്പോൾ പലരും ആ ഒരു രംഗത്തേക്ക് ആക്റ്റീവായി വരുമ്പോൾ സാറ് വളരെ നേരത്തെ അസിസ്റ്റന്റ് ആയിരിക്കുമ്പോൾ തൊട്ട് അഭിനയിച്ചു തുടങ്ങിയതാണെന്ന് പറയാം. സാർ ഇപ്പം ഈ പോയിന്റിൽ ആക്ടിങ്ങിന് എങ്ങനെയാണ് കാണുന്നത്? അത് ഒരു പാഷനായിട്ട് മാറിയിട്ടുണ്ടോ? ഒരു അഡീഷണൽ ജീവിതമാർഗമായിട്ടാണ് ഞാൻ അല്ല, സീരിയസ്ലി നമുക്ക് ഇഷ്ടമുള്ള സിനിമകൾ മാത്രമേ ചെയ്യൂന്ന് തീരുമാനിക്കുമ്പോൾ നമ്മൾ കാത്തിരിക്കേണ്ടി വരും. അപ്പം നമ്മളുടെ ജീവിത ചെലവുകളും കാര്യങ്ങളിലൊന്നും ഒരു മാറ്റവും ഇല്ല. അപ്പൊ അതിന് നമ്മളൊരു മോശം സിനിമ ചെയ്യാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റെന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ട് നമുക്കൊരു വരുമാനം ഉണ്ടായേ പറ്റും. അപ്പോൾ ആക്ടിങ് എളുപ്പമുള്ളൊരു പണിയായതുകൊണ്ടല്ല, ആക്ടിങ് എനിക്ക് വളരെ നന്നായി അറിയുന്ന ഒരു കാര്യവുമല്ല. പക്ഷെ ചില ആളുകൾ ഇപ്പം എൻ്റെ കൂടെ അസിസ്റ്റൻ്റ് ആവണം എന്നൊക്കെ ആഗ്രഹിച്ചിരുന്ന ചില ആൾക്കാർ, അത് പറ്റാതിരുന്ന ആൾക്കാർ പിന്നീട് ഡയറക്ടറാകുമ്പോൾ ഞാനുമായിട്ട് ഒരു അസോസിയേറ്റ് ചെയ്തിട്ടൊരു സിനിമയിൽ അസോസിയേറ്റ് ചെയ്യണമെന്ന് തോന്നുമ്പോൾ അവർ നമ്മളെ 2 സീനിൽ 3 സീനൊക്കെ ഉള്ള ചില ക്യാരക്ടേഴ്സിന് വിളിക്കുമായിരുന്നു. പിന്നെ ചിലപ്പോൾ ചില സിനിമകളിൽ നരേഷൻ ഡബ് ചെയ്യാൻ അങ്ങനെയൊക്കെ വിളിക്കുമായിരുന്നു. അപ്പം അങ്ങനെ അത് കുറച്ച് സിനിമകളങ്ങനെ വന്നു. അപ്പം അധികം അമേച്ചർ സിനിമകളൊക്കെ ആയിരിക്കും, അതിൽ വേറെ ആരും ഉണ്ടാവില്ല. ഇപ്പം പരിചയമുള്ളൊരു മുഖം എന്നുള്ള നിലയിലൊക്കെ പിന്നെ ആൾക്കാർ വിളിക്കാൻ തുടങ്ങി. അങ്ങനെ ഇപ്പോൾ 10-30 സിനിമകളായി. അപ്പം അതിൽ നിന്നൊരു ചെറിയ വരുമാനം, എനിക്ക് വലിയ പൈസ ഒന്നല്ല, ചെറിയൊരു വരുമാനം അതിൽ നിന്ന് ഉണ്ടാവും. പിന്നെ ആക്ടർ എന്നുള്ള നിലയിൽ ഞാൻ ബെറ്റർ ആയിട്ടുണ്ട്, ഞാൻ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ ഭയങ്കര സഭാകമ്പുള്ള ആളായിരുന്നു. എനിക്ക് ക്യാമറയുടെ മുമ്പിൽ ഡയറക്ടർ ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഡയലോഗും മറന്നു പോവുക, അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അഭിനയിക്കാൻ നിൽക്കുമ്പോൾ നമ്മൾ ഡയറക്റ്റ് ചെയ്യുമ്പോൾ ചീത്ത വിളിച്ചിട്ടുള്ള നടന്മാരുടെയൊക്കെ ആത്മാക്കൾ ചുറ്റും വന്നിട്ട് ഇങ്ങനെ തെറ്റുമ്പോൾ കൈയടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന പോലെയൊക്കെ തോന്നുമായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, ഇപ്പം കുറേയൊക്കെ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ എല്ലാ സിനിമകളിലും സാധാരണ ഗതിയിൽ ഒന്നുകിൽ സംവിധായകനായിട്ട് അഭിനയിക്കാൻ, അല്ലെങ്കിൽ ലാൽ ജോസായിട്ട് തന്നെ അങ്ങനെയൊക്കെയുള്ളതായിരുന്നു ആദ്യകാലത്ത് ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പം മാറി. ഇപ്പൊ ലോയി 13 എന്ന് പറഞ്ഞൊരു സിനിമയിൽ ഞാനൊരു പള്ളിയിലച്ഛനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ തുടക്കം എനിക്ക് മറ്റേ ജൂഡ് ആന്റണിയോടാണ് നന്ദി പറയേണ്ടത്. ജൂഡാണ് ആദ്യം എന്നെ ഒരു ക്യാരക്ടർ നെയിമുള്ള ഒരു ക്യാരക്ടർ ചെയ്യിച്ചത്, ഓം ശാന്തി ഓശാനയിലെ ഒരു ക്യാരക്ടർ. അപ്പൊ ആ സിനിമയിൽ ശരിക്കും എന്നെ വിളിച്ചത് രഞ്ജി പണിക്കർ ചെയ്ത റോള് ചെയ്യാനായിരുന്നു, ഡോക്ടർ മത്തായി എന്ന് പറഞ്ഞ ക്യാരക്ടർ. പക്ഷെ അത് ഞാൻ നോക്കിയപ്പോൾ ഫുൾ ലെങ്ത് റോളാണ്. അപ്പം എനിക്കറിയാം ഞാനൊരു ആക്ടറായിട്ട് ഞാൻ അങ്ങോട്ട് ശരിയായിട്ടില്ല എന്ന് എനിക്കറിയാവുന്നുണ്ട്. ഞാൻ പറഞ്ഞു അവൻ്റെ ആദ്യത്തെ സിനിമയാണ്, അത് കൊളാക്കണ്ട, ഞാനൊരു ചെറിയ റോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ചെറിയ റോളുകൾ ചെയ്തിട്ട് ഇപ്പം കുറച്ചൊരു കോൺഫിഡൻസ് ഉണ്ട് ക്യാമറയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒക്കെ. സൺഡേ ഹോളിഡേയിലൊക്കെ കുറച്ചുകൂടി ഞാൻ കോൺഫിഡൻ്റ് ആയിരുന്നു.
ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് ചെറുതായിട്ട്. ഇനി ഇദ്ദേഹമൊക്കെ അടുത്ത പടത്തിലൊക്കെ ചാൻസ് വന്നാൽ നമ്മൾ പൊളിക്കും. അപ്പൊ അവിടെ ഫിക്സ് ചെയ്തിരിക്കുന്നല്ലേ റഷീദ് ഖാൻ? സാറിന് മുന്നിൽ ആക്ഷൻ പറയാൻ പറ്റുക പറയുന്നത് തീർച്ചയായിട്ടും അത് കൊള്ളാവുന്ന ഡയറക്ടേഴ്സ് അങ്ങനെ വിളിക്കില്ല. കാരണം എന്താ വെച്ചാൽ അല്ലല്ല, അവര് ഒരാളെ കാസ്റ്റ് ചെയ്യുന്നത് അവരുടെ ക്യാരക്ടറിന് അയാളുടെ രൂപം ഉണ്ടെന്ന് തോന്നുമ്പോഴാണ്. അപ്പം എനിക്കറിയാം റഷീദ് കൊള്ളാവുന്ന ഒരു ഡയറക്ടറാണ്. അയാൾ വെറുതെ നമ്മളെ വിളിച്ച് കാസ്റ്റ് ചെയ്യൊന്നുമില്ല. പക്ഷെ ഒരു മറ്റേ ക്യാരക്ടറൊക്കെ വരികയാണെങ്കിൽ അല്ലെ, ഞാൻ വിചാരിക്കുന്നത് എൻ്റെ ഒരു നോർമൽ എൻ്റെ ഒരു ലുക്കും എൻ്റെ ഒരു സംസാര രീതിയും പിന്നെ എൻ്റെ ഒരു ഇമേജും ഒക്കെ വെച്ചിട്ടുള്ള ക്യാരക്ടേഴ്സാണ് എല്ലാവരും. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ജെന്റിലായിട്ടുള്ള ക്യാരക്ടേഴ്സൊക്കെയാണ്. അങ്ങനെ അല്ലാണ്ട് തന്നെ ഒന്ന് ആരെങ്കിലും ഒന്ന് റീഇൻവെന്റ് ചെയ്തിരുന്നെങ്കിൽ എന്ന് എനിക്ക് തോന്നാറുണ്ട്. എൻ്റെ ബേസിക് സ്വഭാവങ്ങളില്ലാത്ത ഒരു കഥാപാത്രം, അതൊരു ആഗ്രഹമായിട്ട് ഇപ്പം ഉണ്ട്. വെറുതെ ഞാൻ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് അയാളും ഞാനും തമ്മിൽ ആദ്യം ഒരു റീല് വന്നത്. അപ്പോൾ ഞാൻ അത് തന്നെ ഓർക്കാന്ന് വെച്ചാൽ, അതും മുമ്പ് മണിച്ചേട്ടൻ കാല് പിടിക്കാൻ പഠിച്ച കഥയൊക്കെ സാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ കുട്ടിയുടെ കാല് തൊടുന്നതും പിന്നീടുള്ളൊരു ഇതാണല്ലോ, അത് കഴിഞ്ഞ് ആ പാട്ട് വരുന്നു, മ്യൂസിക് വരുന്നതൊക്കെ, ഈ രണ്ട് ഇൻസിഡൻസും എങ്ങനെയാ സിനിമയിലേക്ക് കോർത്ത് വെക്കുന്നത്? അത് ഇങ്ങനെ ചെയ്യാമെന്ന് പ്ലാൻ ചെയ്യുന്നത് എങ്ങനെയാണ്? അല്ല, അത് പ്ലാൻഡ് ആണ്. അത് സ്ക്രിപ്റ്റിലുള്ള ആ സിനിമ ഞാൻ ചെയ്യാമെന്ന് തീരുമാനിക്കുന്നത് തന്നെ കഥയിലെ ആ മൊമെന്റ് എനിക്ക് ഇഷ്ടമായതുകൊണ്ടാണ്. ഈ ഒരാള് ഒരു ഡോക്ടർ ഒരു കുഞ്ഞിനെ ചികിത്സിക്കില്ല എന്ന് പറയുന്ന അത്രയും ക്രൂരനാവുന്ന ഒരു സിറ്റുവേഷൻ, അത് എന്തുകൊണ്ട് അയാൾ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തി എന്നുള്ളത് ഒരു കൗതുകമുള്ള കാര്യമാണ്. രണ്ടാമത് അയാൾ റിപ്പൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ അയാൾ ആ കുഞ്ഞിന്റെ കാല് തൊട്ട് മനസ്സുകൊണ്ട് മാപ്പ് പറയണമെന്ന് പറയുന്ന ആ മൊമെന്റ്, അത് രണ്ടും സ്ക്രിപ്റ്റിലുണ്ടായിരുന്ന. അതിന്റെ ഒപ്പം പറയാറുണ്ട്, മറ്റൊരു പേര് പൃഥ്വിരാജിനെ വിളിച്ചതിൽ നിന്ന് രാജുവേട്ടൻ എന്ന് വിളിപ്പിച്ചത് ആ സീനാണ്. തിയേറ്ററിൽ തുടക്കത്തിൽ പോവാനിരുന്നവർ ഈ സീന് കണ്ടപ്പോൾ മാറി. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ തിയേറ്ററിൽ കണ്ടതാ, പക്ഷെ എനിക്ക് അന്ന് അങ്ങനെ ഒരു മെമ്മറി അല്ല, അത് കുറച്ച് ആലങ്കാരികമായിട്ട് ആൾക്കാർ പറയുന്നത് വെച്ചാൽ, ആ സിനിമ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് രാജു ഏതോ ഇന്റർവ്യൂവിൽ എന്തോ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സൈബർ ബുള്ളിങ് ഭയങ്കരമായിട്ടുള്ള സമയമായിരുന്നു. രായപ്പൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ ഇൻസൾട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് പലർക്കും ഒരു ഭയം ഉണ്ടായിരുന്നു. ഇതുപോലൊരു സീരിയസ് സിനിമയുമായിട്ട് വരുമ്പോൾ തിയേറ്ററിലുള്ള നിശബ്ദതയിലൊക്കെ ഏതെങ്കിലും ഒരുത്തൻ എന്തെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ ടോട്ടൽ ആളുകളുടെ അറ്റൻഷൻ മാറിപ്പോകും. അപ്പൊ അങ്ങനെ ഒരു സാധനം എല്ലാവർക്കും ഒരു പേടി ഉണ്ടായിരുന്നു തിയേറ്ററിൽ. ഏതെങ്കിലും, അത് പ്രത്യേകിച്ച് തൃശ്ശൂർ പോലെയുള്ള സ്ഥലത്തൊക്കെ ഈ ഭയങ്കര കമന്റടിയുടെ ആൾക്കാരാണ്. അപ്പൊ എന്തെങ്കിലും ഒരു എനിക്ക് ഓർമ്മയുണ്ട്, ഏതൊരു സിനിമ പണ്ട് ഞങ്ങൾ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ആ സിനിമയിലെ സീനിൽ അമ്മ മകളോട് പറയുന്നു, മോളെ നമുക്ക് ഒരു നല്ല കാലം വരും, നമ്മളുടെ മാവും പൂക്കും, നമ്മുടെ മാവും പൂക്കും, നമുക്കും ഒരു നല്ല കാലം വരും. അപ്പോൾ അടുത്ത ഷോട്ട് തന്നെ ഒരാൾ ഒരു വടി കുത്തിയിട്ട് ഒരു സ്റ്റെപ്പ് കയറി വരുന്ന ഒരു വൃദ്ധനായിട്ടുള്ള വരുന്ന ഷോട്ടാണ്. അപ്പോൾ ഈ തൃശ്ശൂർ ഓഡിയൻസിന്റെ ഇടയിൽ നിന്നിട്ട് ഇതാ നല്ല കാലം വടികുത്തി വരുന്നു. ഭയങ്കര സെന്റിമെന്റൽ ആയിട്ടുള്ള സീൻ അങ്ങോട്ട് കുളമായി, എല്ലാവരും ഭയങ്കര ചിരിയാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചില കമന്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് മൊത്തം. പണ്ട് ഞാൻ കോളേജിൽ അഭിനയിച്ചൊരു നാടകം പൊളിഞ്ഞു പോയിട്ടുണ്ട്. അതില് ഈ അത്യന്താധുനിക നാടകമായിരുന്നു. അപ്പൊ അതിൽ ഞങ്ങളൊക്കെ നൃത്തസംഘമാണ്, ഞാനൊക്കെ നർത്തകരാണ്. അപ്പൊ അങ്ങനെ ഡാൻസ് ചെയ്തിട്ട് ഈ മെയിൻ നടൻ പറയും, ധൂർത്തുപുത്രൻ പന്നി വളർത്തു കേന്ദ്രത്തിൽ എന്ന് പറയുമ്പോൾ ഞങ്ങളെല്ലാവരും പന്നികളാവും. അപ്പൊ വേഷം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബെയർ ബോഡിയാണ്, ഷർട്ടൊന്നുമില്ല, 2 കുരുത്തോല ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ വെള്ള സാരി ഒരു ചരട് കെട്ടിയിട്ട് ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ റൗണ്ട് പാവാട പോലെ. അപ്പൊ ഈ വേഷത്തിലെല്ലാവരും ഇങ്ങനെ പന്നികളായിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഞങ്ങളുടെ ഇടയിൽ എല്ലാവരും ഇത്തിരി ബോഡി എല്ലാവർക്കും ഇത്തിരി നിറമൊക്കെ ഉണ്ട്. ഗ്രിഗറി എന്ന് പറഞ്ഞിട്ടൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവൻ നല്ല കറുത്തിട്ടായിരുന്നു. അപ്പം പോൾ കുര്യൻ എന്ന് പറഞ്ഞിട്ട് നല്ല തടിച്ച് നല്ല വെളുത്ത് മെഴുമെഴുന്നാണ്. അപ്പൊ ഞങ്ങളെല്ലാവരും ഷർട്ട് ഇടാണ്ട് ആണുങ്ങളെല്ലാം ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരുത്തൻ ഓഡിയൻസിന്റെ ഇടയിൽ നിന്ന് പറഞ്ഞു, എന്താ ശീവപ്പന്നികളുടെ ഇടയിൽ ഒരു കാട്ടുപന്നിന്ന് അവനെ കളിയാക്കിയിട്ട്. അത് ഈ പന്നികളെല്ലാവരും ചിരിക്കാൻ തുടങ്ങി. അങ്ങനെ നാടകം അലമ്പായി പോയി. അപ്പൊ അതുപോലെയൊക്കെയുള്ള ഒരു സിറ്റുവേഷൻ നമുക്ക് വേണമെങ്കിൽ തിയേറ്ററിൽ
വന്നേക്കാം എന്നൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ സിനിമ ആദ്യത്തെ ഒരു കാർ ആക്സിഡന്റിന്റെ ഒരു സംഭവം കഴിഞ്ഞോട് കൂടിയിട്ട് വേറെ വഴിയിലേക്ക് ക്ലാസ്മേറ്റ്സിന്റെ സമയത്ത് ഒരു അങ്ങനെ ഒരു അതുപോലെ ഉള്ള ഒരു കാലഘട്ടത്തിലാണ് പൃഥ്വിരാജിനെ കാസ്റ്റ് ചെയ്തത്. അത് നമ്മൾ മുമ്പ് സംസാരിച്ചപ്പോൾ സാറ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ എപ്പോഴെങ്കിലും ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ ഈ സൈബർ ബുള്ളിങ്ങും ഈ പുറത്തുള്ള ടോക്കുകളും ഒരു കാസ്റ്റിങ്ങിന് ആലോചിക്കും? ഒരാളെ കാസ്റ്റ് ചെയ്യുമ്പോൾ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ആ ക്യാരക്ടറിന് അയാളെ ആപ്റ്റാണ്. രണ്ട്, ആ പടത്തിന്റെ ബിസിനസ്സിന് അയാൾ ഹെൽപ്പ് ചെയ്യോ അതോ പ്രതികൂലമാവുമോ, അത് തീർച്ചയായിട്ടും നമ്മൾ നോക്കും. ഇപ്പൊ ഒരാളെ കാസ്റ്റ് ചെയ്താൽ ആ സിനിമ വിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമ്മളത് ചെയ്തിട്ട് കാര്യമില്ല. അപ്പൊ ഞാൻ ഈ സൈബർ ബുള്ളിങ്ങോ അല്ലെങ്കിൽ സൈബർ ഇടങ്ങളിൽ അവർ ആക്രമിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളത് നമുക്കൊരു വിഷയമല്ല. നമ്മളെ ക്യാരക്ടറിന് ആപ്റ്റായിട്ടുള്ള ഒരാള് അയാള് കാസ്റ്റ് ചെയ്താൽ ബിസിനസ് പരമായിട്ട് അപകടം ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ. ലാൽ സാറിന് ഇഷ്ടപ്പെട്ട സിനിമ ഏതാ റഷീദ് ഖാന്റെ? എനിക്ക് അയാളും ഞാനും തമ്മിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിനിമ. എല്ലാവരുടെയും പിന്നെ മീശോമാധവൻ, അങ്ങനെ ലിസ്റ്റ് അങ്ങനെ കിടക്കുന്നുണ്ട്. ഇപ്പം മ്യാവു സിനിമ എനിക്ക് അതിന്റെ സോങ്സ് ഒക്കെ കാണുമ്പോൾ ഇപ്പോഴും അത് ഭയങ്കര കിടിലനാണ്. അതിന്റെ സോങ്സിന്റെ വിഷ്വലൊക്കെ ഇങ്ങനെ വെറുതെ സോങ് ഷൂട്ട് ചെയ്യുന്ന പരിപാടിയില്ല. ഇപ്പൊ നമ്മൾ വരെ ചില സമയത്ത് സമയപരിമിതി, പിന്നെ അതിനു വേണ്ടി തലപോക്കാനുള്ള മടിയൊക്കെ കാരണം കുറെ നല്ല സീക്വൻസുകൾ ഷൂട്ട് ചെയ്ത് വെച്ച് ഏകദേശം പടത്തിന്റെ ഒരു മൂഡൊക്കെ മനസ്സിലുണ്ടാവുന്നല്ലാണ്ട് അതിനുവേണ്ടി ഭയങ്കരമായിട്ട് പണിയെടുക്കാതെയാണ് ഇപ്പോൾ പലപ്പോഴും സോങ് ഷൂട്ട് നടക്കുന്നത്. നല്ല ഷോർട്സ് എടുക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരു വൈബൊക്കെ. പക്ഷെ അത് കണ്ടറിയാൻ പറ്റും. നമുക്ക് ഒരു റൂമിനകത്തൊരു സീക്വൻസ്, ആ റൂം കട്ട് ചെയ്ത് അടുത്ത ഒരു ഡേ അവരുടെ വേറൊരു സംഭവം, അത് ഷോർട്ട് വൈസ് ആ പാട്ടിൽ ഇത്ര സമയം വരെ അതിനകത്ത് നമ്മൾ ഒരു ചിലപ്പോൾ 20 സെക്കൻഡ്, അത് ആ 20 സെക്കൻഡിൽ അത് കൃത്യമായിരിക്കും ആ പ്ലേ. അടുത്ത സെക്കൻഡിലേക്ക് അത് ജമ്പ് ചെയ്യുമ്പോൾ അതേ റൂമിലേക്ക് വീണ്ടും വരുന്നു. ഇതൊക്കെ ഭയങ്കര, അങ്ങനെ പാട്ടിലൊക്കെ എത്രയും വർക്ക് ചെയ്ത് ചെയ്യുന്ന ആ ഒരു ഫയർ ഉണ്ടല്ലോ, അത് നമ്മളെ ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. രഞ്ജൻ അബ്രഹാം സാറ് ഞാൻ സംസാരിച്ചപ്പോഴേ ഏതൊരു പാട്ട് 3 മണിക്കൂർ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. എല്ലാവരും 3 മണിക്കൂറൊക്കെ പാട്ട് എടുത്ത് വെക്കും. ഈ വിദ്യാജിയെ ഞാൻ കഴിഞ്ഞ ആഴ്ച കണ്ടൊന്ന് സംസാരിക്കാൻ പറ്റി ഇതുപോലെ ഒരു പരിപാടിക്കിടെ. അപ്പം ഞാൻ പറഞ്ഞു, ഈ മറ്റു സംവിധായകരുമായിട്ടുള്ള കോമ്പോനേക്കാൾ ലാൽ ജോസ് വിദ്യാസാഗർ കോംബോ ആണല്ലോ എല്ലാവരും ഓർക്കുന്നത്. വിദ്യാസാഗർ മലയാളത്തിൽ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഓർക്കുന്നത് അതാണല്ലോ. അതെ, ഞാൻ കൂടുതൽ പുള്ളിയുടെ കൂടെയാണ് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ പറയുന്നത്. ഈ പാട്ടും വിദ്യാജിയും ഒക്കെ എങ്ങനെയാ നിങ്ങൾ ആ ഒരു കോമ്പിനേഷൻ ബിൽഡ് ചെയ്ത് വരുന്നത്? ഈ 3 മണിക്കൂർ പാട്ട് എടുത്ത് വെക്കുന്നതിനോടുള്ള അടങ്ങാത്ത ഇഷ്ടം. അത് നമ്മള് അറിയില്ല. ഇപ്പം കരിമഴിക്കുരുവിയെ കണ്ടില്ല എന്ന് പറയുന്ന പാട്ട് അവസാനം യൂണിറ്റുകാരൊക്കെ നമ്മളെ തല്ലിക്കൊല്ലും ആ പാട്ട് വെച്ചാൽ എന്ന് പറയുന്ന അവസ്ഥയുണ്ട്. കാരണം ഷൂട്ട് ചെയ്ത് അത്രയും 62 ദിവസമാണ് വിശ്വനാഥൻ ടോട്ടൽ ഷൂട്ട് ചെയ്തത്. അപ്പൊ ഈ 62 ദിവസവും രാവിലെ ഈ കരിമഴിക്കുരുവിയുടെ ഒരു ഷോട്ട്, 2 ഷോട്ട് ഏർലി മോർണിംഗ് ആ ലൈറ്റ് യൂസ് ചെയ്തിട്ട് എടുക്കും. പിന്നെ വൈകുന്നേരം സ്ലാൻഡിങ് ലൈറ്റ്സ് വരുമ്പോൾ ഉടനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സീൻ അവിടെ നിർത്തി വെച്ചിട്ട് നമ്മൾ ഈ പാട്ടിലേക്ക് പോകും. അപ്പൊ ആക്ടേഴ്സിനൊക്കെ ഭയങ്കര ദേഷ്യമാണ് തന്നെ. കാരണം അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സീൻ ഇടയ്ക്ക് ബ്രേക്ക് ചെയ്തിട്ട് ഞാൻ പാട്ടെടുക്കാൻ പോകും. അപ്പൊ അങ്ങനെ എടുത്തെടുത്ത് അപ്പൊ നല്ലൊരു സ്ഥലത്ത് ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പാട്ട് മാത്രമായിട്ട് വേറൊരു സ്ഥലത്ത് പോയിട്ട് ഞാൻ ഒരിക്കലും ഷൂട്ട് ചെയ്തിട്ടില്ല. എൻ്റെ സീനുകൾ നടക്കുന്നിടത്താണ് ഞാൻ പാട്ടും ഷൂട്ട് ചെയ്യുന്നത്. അപ്പം ആ സ്ഥലത്ത് സീനും ഉണ്ടാവും, ആ സിനിമയിലെ സീനുകൾ അവിടെ ഉണ്ടാവും, അവിടെ തന്നെ പാട്ടിൻ്റെ ഷോട്ടുകളും വരും. അപ്പം മാറി നിൽക്കില്ല ഒന്നും. അപ്പം അങ്ങനെ ചെയ്ത് പോകുമ്പോൾ ഈ 62-ാം ദിവസം ഈ കരിമഴിക്കുരുവിയുടെ ഫുട്ടേജ് എല്ലാം മാറ്റി വയ്ക്കുമ്പോ ഈ സിനിമയുടെ അത്രയും തന്നെ. പക്ഷെ രഞ്ജൻ എബ്രഹാമിന്റെ ഒരു മിടുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എടുത്ത എല്ലാ ഷോട്ടും ഉപയോഗിക്കും പാട്ട്. അയാൾ അത് എങ്ങനെയെങ്കിലും കുത്തി തിരികെ 2 ഫ്രെയിം അവിടെ നിന്ന് കയറേണ്ടി, 2 ഫ്രെയിം ഇവിടെ നിന്ന് കയറേണ്ടി, അതെല്ലാം അതിനുള്ള. പിന്നെ എല്ലാ സോങ് സീക്വൻസുകളും നമ്മള് ഒരു എപ്പിസോഡായിട്ട് ആണ് ഞാൻ ഷൂട്ട് ചെയ്യുക. അപ്പം എഡിറ്റർക്ക് ഭയങ്കര സൗകര്യമാണ്. ഒരുപാട് ഷോട്ടുകൾ ഉണ്ടാവും. അപ്പൊ എങ്ങനെ വേണമെങ്കിലും ഇതിനെ ചെറുതാക്കാം. ചിലപ്പോൾ നമുക്ക് സങ്കടമൊക്കെ വരും. നമ്മൾ നന്നായി കഷ്ടപ്പെട്ട് എടുത്ത ചില ഷോട്ടുകളൊക്കെ മുറിച്ച് ചെറുതാക്കി, അല്ലെങ്കിൽ ഒറ്റ സിംഗിൾ ഷോട്ടായിട്ട് ചെയ്യണം എന്ന് വിചാരിച്ച സാധനമൊക്കെ പുള്ളി ബ്രേക്ക് ചെയ്ത്. പക്ഷെ നീളം കുറയ്ക്കാൻ വേറെ മാർഗം ഉണ്ടാവില്ല. അതുപോലെ രഞ്ജൻ സാറ് പറഞ്ഞ ഓർമ്മയാണ്, മറമുത്തൂർ കനവിന്റെ എഡിറ്റ് തുടങ്ങുമ്പോൾ നിങ്ങൾ രണ്ടുപേരും ഫ്രഷേഴ്സാണ്, ആദ്യ സിനിമയാണ്. അപ്പം ലാൽ സാറ് ചോദിച്ചു, ഗുരുനാഥന്മാരായ കമൽ സാറിൻ്റെ അടുത്തും
രഞ്ജൻ സാറിന്റെ ഗുരുനാഥന്റെ അടുത്തും ഒരു കൊട്ടയിൽ ഞാൻ ഇതെല്ലാം കൂടെ കൊണ്ടുപോകേണ്ടി വരുമോ എന്ന് ചോദിച്ചു. അതിനുശേഷം പ്രിവ്യൂ നടന്നപ്പോൾ 3 റീലിട്ടതും അബദ്ധമായി. അത് വല്ലാത്തൊരു ഷോക്കിംഗ് ആയിരുന്നു എന്ന് പറഞ്ഞു. ശരിക്കും ആദ്യ സിനിമ അങ്ങനെ പ്രിവ്യൂവിൽ അങ്ങനെ സംഭവിക്കാന്ന് പറയുമ്പോൾ വലിയ ഷോക്കായിരുന്നിരിക്കില്ലേ? അങ്ങനെ ഒരുപാട് ഷോക്കുകളിലൂടെയാണ് നമ്മുടെ കരിയർ കടന്നു പോയിട്ടുള്ള അത്തരം ഷോക്കുകളിലൂടെയാണ്. പിന്നെ വളരെ സ്മൂത്തായിട്ട് ഒരു പ്രശ്നമില്ലാതെ ഒരു സിനിമ കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ എനിക്ക് പേടിയാണ്. കാരണം ഈ മൊത്തം പ്രശ്നങ്ങളും റിലീസിന് ശേഷം തിയേറ്ററിലാണോ ഉണ്ടാവുക എന്നുള്ള അപ്പൊ ചെയ്യുന്ന സമയത്ത് ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ഒരു കണക്കിന് നല്ലതാണ്. അപ്പൊ ആ തടസ്സങ്ങളൊക്കെ അതിൽ കഴിഞ്ഞു പോകും. തിയേറ്ററിൽ വരുമ്പോൾ ഇതൊരു ശാന്തമായ നദി പോലെ ഒഴുകണം. ഒരു കുഞ്ഞു പൂവിന്റെ എന്നുള്ളത് പലപ്പോഴും നമ്മൾ ചന്ദ്രൻ വയ്ക്കുന്നതിൽ അവസാനം കേൾക്കുന്ന പാട്ടുകളായിരുന്നു ഒരു കാലം വരെ. മറ്റേതാണല്ലോ ആഘോഷിക്കപ്പെട്ട പാട്ട്. പക്ഷെ ഇപ്പോഴൊക്കെ ഒരുപാട് എൻ്റെ ഫേവറേറ്റ് ലിസ്റ്റാണ് ഒരു കുഞ്ഞു പൂവ്. അതുപോലെ ആ ക്ലൈമാക്സ് ഞാനൊക്കെ ഒരുപാട് റിപ്പീറ്റ് ഇരുന്ന് കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ തന്നെ ക്ലൈമാക്സ് തീരുമാനിച്ചു? ഒരിക്കലും ഇവർക്ക് ഒന്നിക്കേണ്ട എന്നുള്ള രീതിയിൽ തന്നെ അല്ല, അത് ഞാൻ ഒരു ഇത്തിരി പഴയ ആളാണല്ലോ. നമ്മള് കല്യാണമൊക്കെ കഴിഞ്ഞ ആളായത്. താലി എന്ന് പറയുന്നതിനൊരു പവിത്രതയുണ്ട്. അത് കെട്ടിയ ആളിനെ അങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റില്ല. ഇന്ന് മാറി ചിന്തിക്കും അങ്ങനെ? കമൽ സാറ് മേഘമൽഹാറിന് ഇതുപോലെ പറഞ്ഞിട്ടുണ്ട് ക്ലൈമാക്സ് മാറി ചിന്തിച്ചേരെ. സാറിന് ഇന്ന് അല്ല, ഞാൻ ഇന്നും അങ്ങനെ തന്നെ ചിന്തിക്കുന്നത്. മാത്രമല്ല, അത് താലി കെട്ടി എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, അവളെ അത്രയും സ്നേഹിക്കുന്നുണ്ട്. അപ്പൊ അയാൾക്ക് തന്നെയാണ് അവളെ കൊടുക്കേണ്ടത്. മറ്റൊരു പെൺകുട്ടിക്ക് വേണമെങ്കിൽ ഒരു ലൈഫ് ഇവൻ വഴി കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പൊ അതാണ് നല്ല. അവര് എല്ലാ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളും ജീവിതത്തിൽ നടക്കാനോ എല്ലാം ആഗ്രഹിച്ചത് കിട്ടാനോ പാടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇങ്ങനെ നഷ്ടപ്പെട്ട് മാറി നിൽക്കണം. അപ്പൊ കോലാഹലത്തിന് എല്ലാവിധ ആശംസകളും. നല്ല പടമായിട്ട് ശ്രദ്ധിക്കപ്പെടട്ടെ. ഭഗവാൻ ദാസനേക്കാൾ മുകളിലുള്ള ആളുകൾ സ്വീകരിക്കട്ടെ. താങ്ക് യു സോ മച്ച്.